വെൽക്കം ടു മമ്മീസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു പെർഫെക്റ്റ് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ്. ഇത് ശരിക്കും നമുക്ക് പുറത്തുനിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ്. സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വേണം എടുക്കാൻ, അതുപോലെ തന്നെ നീളത്തിലുള്ളത് എടുക്കണം, എന്നാലേ ആ പെർഫെക്റ്റ് ഷേപ്പ് കിട്ടുകയുള്ളൂ. കടയിൽ നിന്നൊക്കെ കുറച്ച് നീളത്തിലുള്ള ഷേപ്പിലല്ലേ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടല്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ക്ലീൻ ആക്കി വെക്കാം. ഇനി ഇത് കട്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു മീഡിയം ടൈപ്പിലാണ് കട്ടാക്കിയത്. നിങ്ങൾക്ക് വേണേൽ കുറച്ചുകൂടെ തിന്നായിട്ട് കട്ട് ചെയ്യാം. ചിലതൊക്കെ തിന്നായിട്ടും ചിലതൊക്കെ ഇതുപോലെ മീഡിയം ആയിട്ടാണ് സാധാരണ കിട്ടല്. നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്യുന്നതാകും കുറച്ചുകൂടെ നല്ലത്. ഇനി ഇത് നന്നായി കഴുകിയെടുക്കാം. കഴുകുന്നത് നോർമൽ വെള്ളത്തിലാണ്. ഈ സ്റ്റെപ്പ് മസ്റ്റാണ്. ഇങ്ങനെ കട്ടാക്കിയിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം. ഇതിൻ്റെ സ്റ്റാർച്ച് പോകുന്നത് വരെ ഒരു 2-3 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കാം. ഇതിപ്പം 3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ മുഴുവനായി പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം മുഴുവൻ കളഞ്ഞ് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു വലിയ പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം മുഴുവനായി കളഞ്ഞ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് ആകുമ്പോൾ കോരിയെടുക്കാം. അധികം കുക്കാവാൻ പാടില്ല. ടൈം നോക്കി ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ കോരി മാറ്റാം. ഞാനിത് 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ കോരി മാറ്റുന്നുണ്ട്. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷേ ഇതിൻ്റെ ടൈമൊക്കെ കൃത്യമായി നോക്കണം, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ഫ്രഞ്ച് ഫ്രൈസ് കിട്ടൂല. അപ്പോൾ ഞാനിത് കോരിയിട്ട് ഒരു കോട്ടൺ ക്ലോത്തിലാണ് ഇട്ടത്. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഒപ്പി മാറ്റണം. ഇതൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയാണിത്. അപ്പോൾ ഇതാ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഇതൊന്ന് ഡബിൾ ഫ്രൈ മെത്തേഡിലൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലേ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ഫ്രഞ്ച് ഫ്രൈസ് കിട്ടുള്ളൂ. സിംഗിൾ ഫ്രൈ ആണെങ്കിൽ അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ ഓയിൽ വെച്ച് ചൂടാക്കിനി. സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ആക്കണം. പാം ഓയിലും ആവാം, പക്ഷെ വെളിച്ചെണ്ണ യൂസ് ആക്കരുത്. എന്നിട്ടിത് ചൂടായതിന് ശേഷം ബോയിൽ ചെയ്ത പൊട്ടാറ്റോ ഇട്ട് ഫ്രൈ ആക്കാം. ഇത് ജസ്റ്റ് 1 മിനിറ്റ് മാത്രം ഫ്രൈ ആക്കിയാൽ മതി. ഇതാണ് ഫസ്റ്റ് ഫ്രൈ. പിന്നെ ഫ്രൈ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാച്ച് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുത്തി നിറച്ചിടാതെ 2-3 ബാച്ച് ആയിട്ട് ഇട്ട് ഫ്രൈ ചെയ്യാം. പിന്നെ അതുപോലെ ഓയിൽ നല്ലോണം ചൂടാക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് 1 മിനിറ്റ് കറക്റ്റ് ആയിട്ട് നോക്കി കോരിയെടുക്കണം. ഇത് കോരിയെടുത്തൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം. ഇപ്പോഴും ഇത് മുഴുവനായി ഫ്രൈ ആയിട്ടുണ്ടാവില്ല. കാണാനും വലിയ മാറ്റം ഉണ്ടാകില്ല, കളറും മാറിയിട്ടുണ്ടാവില്ല. പക്ഷേ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാകും, ഒരു ഹാഫ് കുക്ക് ആയതുപോലെ. ഇനി ഇതിൻ്റെ ചൂടാറാനായി വെക്കാം. ചൂടാറിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ രണ്ടാമതും ഫ്രൈ ചെയ്ത് സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതിട്ടാൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മുകളിൽ ക്രിസ്പി സ്ട്രക്ചർ കൃത്യമായി കിട്ടും. ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇങ്ങനെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഒരു 3-4 ആഴ്ച ഇത് കേടുകൂടാതെ നിൽക്കും. നല്ല എയർ ടൈറ്റ് കണ്ടീഷനിൽ വേണം ഫ്രീസറിൽ വെക്കാൻ. ഇപ്പോൾ തന്നെ പൊരിക്കുന്നതാണേലും ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് പൊരിക്കുന്നതാകും ഒന്നുകൂടെ നല്ലത്. ഞാനിതൊരു ബോക്സിലേക്ക് മാറ്റി ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു 5-6 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഫ്രൈ ആക്കാൻ വിചാരിക്കുന്നതിലും ഒരു 10 മിനിറ്റ് മുന്നേ ഫ്രീസറിൽ നിന്നും പുറത്ത് വെക്കണം. ഇനി ഓയിൽ നല്ലോണം ചൂടാക്കി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീരെ ഫ്ലെയിം കുറച്ച് വെക്കാനും പാടില്ല. കുറച്ചൊരു കളർ മാറുമ്പോൾ കോരാം. കൂടുതൽ ക്രിസ്പി ആവേണ്ടവർക്ക് കുറച്ചുകൂടെ ഫ്രൈ ചെയ്യാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ കോരാം. ഓവർ ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇതിൻ്റെ പുറമേയുള്ള കളർ ചേഞ്ച് ആവും, പക്ഷേ എങ്കിൽ ഉൾഭാഗം റെഡിയായി കിട്ടില്ല. ഇതുപോലെ മുഴുവനായും ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ് ഇതിൻ്റെ റെസിപ്പി. പക്ഷേ ഇതിൻ്റെ സ്റ്റെപ്പ് കറക്റ്റ് അല്ല, കൃത്യമായ സ്ട്രക്ചർ ഇതിന് കിട്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ സ്റ്റെപ്പൊക്കെ കൃത്യമായി ഫോളോ ചെയ്യണം. സെർവ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം.
മസാല വേണ്ടവർക്ക് അതൊക്കെ ഇട്ട് കൊടുക്കാം. അതെല്ലാം നമ്മുടെ ചോയ്സ് പോലെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.